ശിവൻ പണ്ടോരാനയായി ശിവൻ പണ്ടോരാനയായി മാമലക്കിതമേറും പാർവതി ദേവി അപ്പോൾ മാമലക്കിതമേറും പാർവതി ദേവി അപ്പോൾ കോമളങ്കിയാമൊരു പിടിയുമായി ചന്തത്തിൽ കളിച്ചവർ വാഴുന്ന കാലത്തിങ്കൽ ചഞ്ചലാക്ഷിക്കു ഗർഭമുളവായി വന്നു. എല്ലാവർക്കും നമസ്കാരം. ധനുമാസത്തിൽ തിരുവാതിരയെക്കുറിച്ച് ഒരു ചെറിയ വിവരണം. ഞാൻ ആരാണെന്ന് ആദ്യം തന്നെ പറയാം. എൻ്റെ പേര് ശാരദ അന്തർജനം, മലമേൽ ഇല്ലം, കിടങ്ങൂർ. ചെറിയ കുട്ടിയായിരുന്നപ്പോൾ മുതലേ കണ്ട് ശീലിച്ചിട്ടുള്ള ചടങ്ങുകൾ ഇവിടുത്തെ കോട്ടയം ജില്ലയിലെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. പ്രാദേശികമായിട്ട് വ്യത്യാസമൊക്കെ ചിലപ്പോൾ വരാം. ഇവിടെ അനുഷ്ഠിക്കുന്ന ചടങ്ങുകൾ എനിക്കറിയാവുന്ന രീതിയിൽ ഞാനൊന്ന് പറഞ്ഞുതരാം. തിരുവാതിര എന്ന് പറയുന്നത് പരമശിവന്റെ പിറന്നാളാണ്. തിരുവാതിര, ധനുമാസത്തിലെ തിരുവാതിര. അന്ന് പാർവതി ദേവിയും തോഴിമാരും കൂടി ഏറ്റവും നന്നായിട്ട് അത് ആഘോഷിച്ചു. ആ ആഘോഷം ഇപ്പോഴും നമ്മൾ തുടരുകയാണ്. ആ ആഘോഷത്തിൽ അവരെന്തെല്ലാം ചടങ്ങുകളാണോ നടത്തിയത്, ആ ചടങ്ങുകൾ നമ്മൾ ഇന്നും അനുവർത്തിക്കുകയാണ്. ഓരോ ചടങ്ങുകൾക്കും ഓരോ പ്രത്യേക അർത്ഥമുണ്ട്. അതെന്താണെന്ന് ഇത് കഴിയുമ്പോൾ ഓരോന്നോരോന്ന് കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പ്രാദേശികം അനുസരിച്ച് ഒരുപാട് വ്യത്യാസം വരും. പക്ഷേ ഇവിടുത്തെ കാര്യം മാത്രമാണ് പറയുന്നത്. ആദ്യമായിട്ട് തന്നെ തിരുവാതിരയുടെ ഏറ്റവും ആദ്യത്തെ ചടങ്ങ് എന്ന് പറഞ്ഞാൽ വെളുപ്പിനെയുള്ള കുളിയാണ്. വെളുക്കുന്നതിന് 7 നാഴിക മുമ്പ് ആണ് നമ്മൾ കുളിക്കാനായിട്ട് പോകുന്നത്. എല്ലാവരും കൂടി മംഗല്യ സ്ത്രീകൾ, കൊച്ചുകുട്ടികൾ ആകട്ടെ പെൺകുട്ടികൾക്ക് എല്ലാവർക്കും കുളിക്കാനായിട്ട് എല്ലാ ഇല്ലങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ വീടുകളിൽ നിന്നോ എല്ലാവരും ഒരു പ്രത്യേക സജ്ജീകരണങ്ങളോട് കൂടിയാണ് നമ്മൾ കുളിക്കാൻ പോകുന്നത്. തൂക്കുവിളക്ക്, അഷ്ടമംഗല്യം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ഈറൻ ഉടുത്തോണ്ട് പോരാതെ തിരിച്ചു പോരുമ്പോൾ ഉടുക്കാനുള്ള ഡ്രസ്സ് വരെയും നമ്മൾ കൊണ്ടാണ് പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ കടവിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും ഈ സാധനമൊക്കെ നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനമൊക്കെ കടവിൽ വെച്ചിട്ട് കുരവിടും. അടുത്തുള്ളവർക്കൊക്കെ അറിയാം ഇന്ന കാര്യമുണ്ട്, കുളിയാണ് അവിടെ എന്ന്. അപ്പം പറയുകയാണെങ്കിൽ ഒരു ക്ഷണിക്കുകയാണ്. കുരവ കേട്ടാൽ ആളുകൾ വരണം എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ ആദ്യം ഈ തിരുവാതിരയെ സംബന്ധിച്ചിട്ടുള്ളൊരു ചെറിയൊരു കവിത, ഒരു പാട്ട്, അത് ആ കരയ്ക്ക് തന്നെ നിന്നുകൊണ്ട് പാടും. വെള്ളത്തിലൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ. അപ്പം നമ്മൾ മുകളിൽ നിന്നുകൊണ്ട് പാടുന്ന പാട്ട്: ധനുമാസത്തിൽ തിരുവാതിര ഭഗവന്തൻ്റെ തിരുനാളാണ്, പാർവതിക്കു തിരുനൊയമ്പ്, ഉണരുത് ഉറങ്ങരുത്, ആടണം പോൽ പാടണം പോൽ കുളിക്കണം പോൽ തുടിക്കണം പോൽ. ഇത്രയും പറഞ്ഞിട്ട് നമ്മൾ എല്ലാവരും കൂടി വെള്ളത്തിലിറങ്ങി ആദ്യം ഗംഗ ഉണർത്തുക. സ്ഥിരമായിട്ട് കിടക്കുന്ന വെള്ളത്തെ ആ ജലത്തെ നമ്മൾ കൈകൊണ്ട് തുടിച്ച് നമ്മൾ ഉണർത്തുകയാണ്. ഗംഗ ഉണർത്തുമ്പോഴൊരു പാട്ട് പാടുന്നത്: ഒന്നാകും പാൽക്കടലിൽ ഒന്നല്ലുള്ളൂ പള്ളിശംഖ്, പള്ളിശംഖിൻ നാദം കേട്ടിട്ടുണരുണരൂ ഗംഗാദേവി. എല്ലാവരും കൂടെ ആണ് ഒരാൾ പാടിക്കൊടുക്കും. എല്ലാവരും കൂടെ പാടി ഗംഗ ഉണർത്തുകയാണ്. കൈകൊണ്ട് വെള്ളം ചലിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ 7 സമുദ്രങ്ങളെ ഉദ്ദേശിച്ച് ഏഴാകും പാൽക്കടലിൽ എന്ന് വരെയാണ് ചൊല്ലുന്നത്. ഏഴാകും പാൽക്കടലിൽ വരെ ചൊല്ലി നിർത്തും. അത് കഴിഞ്ഞാൽ കുരവയൊക്കെ ഇട്ടിട്ട് പിന്നെ കുളിയാണ്. കുളിച്ച് കഴിയുമ്പോൾ അതിനോട് കൂടി തന്നെ 2 കീർത്തനങ്ങളും കൂടെ നമ്മൾ പാടാറുണ്ട്. വൃശ്ചിക മാസം തന്നീലൊരു നാൾ ഗോപികമാരവരെല്ലാവരും. അത് കുറച്ചും കൂടെ സ്പീഡിൽ ഗംഗ ഉണർത്തുന്ന പാട്ടാണ്. മണ്ണു കൊണ്ടൊരു ബിംബം തീർത്തു ദേവിയെ വാഴ്ത്തി സ്തുതി ചെയ്തു, ദേവകീസുതനാം ഗോപൻ കൃഷ്ണൻ ഞങ്ങൾക്കിന്നു വരനാകൻ, വരമരുളേണം ഭഗവതി ജയ ജയ കഴലിണ ഞങ്ങൾ കൂക്കുന്നേൻ. പിന്നെ കുളി കഴിഞ്ഞാൽ അവിടുന്ന് തന്നെ കുറിയൊക്കെ ഇട്ട്, അങ്ങനെയാണ് അലക്കിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ച കുറിയൊക്കെ ഇട്ട് അവിടുന്ന് തന്നെ ദശപുഷ്പമൊക്കെ ചൂടി പോയി തൊഴുതിട്ട് ആണ് നമ്മൾ വീടുകളിലേക്ക് ഇടങ്ങളിലേക്ക് പോകുന്നത്. അതാ ഈ കുളിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ ചടങ്ങ്. അത് 6 ദിവസം മുമ്പേ ആണ് കുളി. പണ്ടൊക്കെ 12 ദിവസം മുമ്പേ ആയിരുന്നു. ഇപ്പം അശ്വതി മുതലെങ്കിലും വെളുപ്പിനെ കുളിക്കണം. അശ്വതിയുടെ അന്ന് അച്ഛൻ ഉണരുന്നതിന് മുമ്പ്, ഭരണിയുടെ അന്ന് പരുവര വെളുക്കുന്നതിന് മുമ്പ്, കാർത്തിക കാക്ക കരയുന്നതിന് മുമ്പ്, രോഹിണി രോമം നമ്മുടെ ശരീരത്തിലെ രോമം കാണുന്നതിന് മുമ്പ്, മകയിരത്തിൻ്റെ അന്ന് മക്കൾ ഉണരുന്നതിന് മുമ്പ് കുളിക്കണം. തിരുവാതിരയുടെ അന്ന് ഭർത്താവ് ഉണരുന്നതിന് മുമ്പ് കുളിക്കണം. ഇതാണ് ആ കുളിയുടെ ഒരു ക്രമം. ചെറിയ കുട്ടികളാണെങ്കിൽ പോലും, ചെറിയ കുട്ടികളാണെങ്കിൽ പോലും ആ കുട്ടികളെ കൂടെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തി അവരെ കൂടെ കൊണ്ടുപോയിട്ട് ഇതിനൊക്കെ പങ്കെടുപ്പിച്ച് കുളിപ്പിച്ച് അവരെയും ദേവാലയത്തിൽ കൊണ്ടുപോയി, ശിവൻ്റെ ദേവാലയത്തിലോ അല്ലെങ്കിൽ അടുത്തുള്ള ദേവാലയത്തിലോ കൊണ്ടുപോയി തൊഴിപ്പിച്ച് നമ്മൾ ഇല്ലങ്ങളിലേക്ക് പോകും. തിരുവാതിര കളി തുടങ്ങുന്നത് 7 ദിവസം മുമ്പോ 12 ദിവസം മുമ്പോ
ഒക്കെയാണ്. ഇപ്പോൾ തിരക്കുള്ള ആളുകൾക്കൊക്കെ സമയക്കുറവ് കൊണ്ട് ചിലപ്പോൾ ഒരു അശ്വതി മുതലോ അല്ലെങ്കിൽ ഏകാദശി മുതലോ അങ്ങനെയൊക്കെയാണ്. അത് 12 ദിവസമാണ് പണ്ടത്തെ പതിവ്. അപ്പോൾ അന്ന് എന്താണ് അങ്ങനെ അത്രയും ദിവസം മുമ്പേ എന്ന് ചോദിച്ചാൽ, ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ കളിച്ചാൽ പിന്നെ നമുക്ക് ശരീരത്തിന് ഭയങ്കര വേദനയും കാലുകഴപ്പും കൈകഴപ്പും ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ കുറച്ച് ദിവസം ഇപ്പോൾ പരിശീലനമാണ്, ഓർമ്മ പുതുക്കലും പിന്നെ നമുക്കൊരു ട്രെയിനിങ് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഒരു ട്രെയിനിങ് കൊടുക്കുകയാണ്. അതാണ് 7 ദിവസം 8 ദിവസം അല്ലെങ്കിൽ 9 ദിവസം 12 ദിവസം മുമ്പ് പണ്ടത്തെ കാലത്ത് 28 ദിവസം മുമ്പ് തന്നെ കളി തുടങ്ങുന്നവരുണ്ടായിരുന്നു. ഒരു തിരുവാതിരയ്ക്ക് വൃശ്ചികമാസത്തിലെ തിരുവാതിരയ്ക്ക് തുടങ്ങി ധനുമാസത്തിലെ തിരുവാതിരയ്ക്ക് തീർക്കുന്ന രീതി ഉണ്ടായിരുന്നു പണ്ട്. ഇപ്പോൾ എല്ലാവർക്കും തിരക്കാണ്, സമയമില്ല. അതുകൊണ്ട് ഇങ്ങനെയാക്കി 12 ദിവസമോ 7 ദിവസമോ. പിന്നെ ഏറ്റവും കുറഞ്ഞ ഏകാദശിയുടെ മുതൽ അന്ന് മുതൽ മുറ്റത്തിറങ്ങുക എന്നൊരു ചടങ്ങാണ്. ഓരോ ദിവസം ഓരോ ഇല്ലങ്ങളിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ കളി നടക്കുന്നിടത്ത് തന്നെ അങ്ങനെയാണ് പതിവ്. ഇപ്പം അങ്ങനെ 2 തരത്തിലാകാം. ഓരോ ദിവസം ഓരോ ഇല്ലത്ത് വെച്ചിട്ട് ഫൈനൽ ദിവസം ഒരു ഇല്ലത്ത് വെച്ച്, അല്ലെങ്കിൽ എല്ലാം എവിടെയാണോ തിരുവാതിര ആഘോഷിക്കുന്നത് അവിടെ തന്നെ വെച്ച് പുത്തൻ തിരുവാതിര, പൂത്തിരുവാതിര ഒക്കെ ഉണ്ട്. വിവാഹം കഴിഞ്ഞ് ആദ്യത്തെ തിരുവാതിര പുത്തൻ തിരുവാതിര, ഋതുമതി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്ന ആ തിരുവാതിര പൂത്തിരുവാതിര. അതെ, അങ്ങനെ അത് രണ്ടും നടന്ന കുടുംബങ്ങളിലാണ് ഈ പുത്തൻ തിരുവാതിര പൂത്തിരുവാതിരയൊക്കെ ആഘോഷിക്കുന്നത്. അപ്പോൾ അവിടെ ആയിരിക്കും മിക്കവാറും തിരുവാതിര ആഘോഷം. എല്ലാ ദിവസവും ഗണപതി സ്തുതിയോടുകൂടി തുടങ്ങും. വരവേടുക എല്ലാവരും ഒന്ന് വിളക്കം ഗണപതിയും വയ്ക്കുക. പാട്ട് പാടുന്ന ആദ്യം ഗണപതി, പിന്നെ സരസ്വതി, പിന്നെ ഒരു ചെറിയ സ്വയംവരം, പിന്നെ നമ്മുടെ ഏറ്റവും അടുത്തുള്ള ദേവാലയത്തിലെ മൂർത്തി ആരാണോ, ശിവനാണോ അല്ലെങ്കിൽ കൃഷ്ണനാണോ അല്ലെങ്കിൽ ദേവിയാണോ, ദേവതയെ വന്ദിച്ചുകൊണ്ട് ഒരു പാട്ട്. അത് കഴിഞ്ഞാൽ പിന്നെ കൃഷ്ണൻ്റെ പാട്ട് നിർബന്ധമായിട്ടും പാടാറുണ്ട്. കൃഷ്ണ ഒരു കഥാപാത്രമാണ്, ഇതിനകത്ത് ഏറ്റവും പ്രമുഖനായ ഒരു കഥാപാത്രമാണ്. ശിവനും കൃഷ്ണനും ഒക്കെയാണ്. പാട്ടിനകത്ത് പ്രധാനമായിട്ടും കൃഷ്ണൻ്റെ പാട്ട് എല്ലാവരും പാടാറുണ്ട്. ധാരാളം കീർത്തനങ്ങളുള്ളതും തിരുവാതിരപ്പാട്ടിൽ ഏറ്റവും കൂടുതലുള്ളതും കൃഷ്ണൻ്റെ പാട്ടാണ്. അപ്പോൾ അത് നിർബന്ധമായിട്ടും പാടാറുണ്ട്. അത് ആദ്യത്തെയൊക്കെ ദിവസങ്ങളിൽ 1 മണിക്കൂർ ഒക്കെ 1 മണിക്കൂറാണ് കളിക്കുന്നത് സാധാരണ. ഓരോ ദിവസം ചെല്ലുന്തോറും കുറച്ച് കൂട്ടി മകയിരത്തിൻ്റെ അന്നാണ് 12 മണി വരെ, രാത്രി 12 ആകുന്നേരം വരെ കളിക്കും. എട്ടങ്ങാടി നടത്തുന്നത് മകയിരത്തിൻ്റെ അന്നാണ്. അപ്പോൾ ആ എട്ടങ്ങാടി ദിവസം നമ്മൾ പ്രത്യേകമായിട്ട് കണക്കാക്കേണ്ടത് വെളുപ്പാങ്കാലത്തെ കുളി, അമ്പലത്തിൽ ഒക്കെ കോടി അലക്കിയ വസ്ത്രങ്ങൾ മാത്രമേ ധരിക്കാവുള്ളൂ. പിന്നെ ഈറൻ മുണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഈറൻ തോർത്തുകൊണ്ട് തലമുടി പോലും തോർത്താൻ പാടില്ല. അലക്കിയ തുണി കൊണ്ട് തന്നെ വേണം, അലക്കിയ മുണ്ട് കൊണ്ട് തന്നെ വേണം നമ്മൾ തല തോർത്തുമൊക്കെ ചെയ്യാൻ. പിന്നെ മഞ്ഞൾക്കുറി ഇടണമെന്നുള്ളത് നിർബന്ധമാണ്. ചന്ദനം, മഞ്ഞൾ, ചാന്ത്, കൺമഷി അണിയുന്നത്, ദേവാലയ ദർശനം നിർബന്ധം. ദേവാലയത്തിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ 11 മണിയൊക്കെയാണ് സാധാരണ. ഉച്ചയ്ക്ക് മുമ്പായിട്ട് ഈ എട്ടങ്ങാടിക്കുള്ള സാധനങ്ങളെല്ലാം ഒരുക്കി വയ്ക്കുക എന്ന് പറഞ്ഞാൽ ചുട്ടെടുത്തിട്ട്, എട്ടങ്ങാടി എന്ന് പറഞ്ഞാൽ ചുട്ടെടുത്ത കിഴങ്ങുകളാണല്ലോ 8 കൂട്ടം, അത് ഒരുമിപ്പിച്ച് ഏറ്റവും സ്വാദിഷ്ടമായ ഒരു വിഭവം ഉണ്ടാക്കിയിട്ട് അത് നേദിക്കുക. അതാണ് എട്ടങ്ങാടി നേദ്യം. അതിനെക്കുറിച്ച് തന്നെ ഒരു പദ്യം തന്നെയുണ്ട്. തിരുവാതിര നൊയമ്പിന് എട്ടങ്ങാടി പ്രധാനമാം, മകയിരം നാളിലാണല്ലോ നോമ്പിനാരംഭമാവുക. കാച്ചിലും കൂർക്കയും ചേമ്പും ചേന ഏത്തക്കയും തഥാ പയർ കിഴങ്ങു തേങ്ങായും എട്ടങ്ങാടി അതായിടും. കിഴങ്ങുവർഗം ചുട്ടുവേണം എട്ടങ്ങാടി ഒരുക്കുവൻ, പയർ വറുത്തു ചേർത്തിടാം കരിമ്പും സ്വല്പമായിടാം. കുളം കൽക്കണ്ടവും തേനും ഘൃതവും മുന്തിരിങ്ങയും സ്വാദിനു ചേർത്തു ചെയ്തിടും നിവേദ്യം ഏറ്റവും ഉത്തമം. അതാണ് അങ്ങനെയാണ് എട്ടങ്ങാടിയുടെ വിഭവങ്ങളിൻ്റെ സാധനങ്ങളൊക്കെയാണ്. അതൊക്കെ ഒരു ക്രമത്തിനനുസരിച്ച് ഉമ്മിത്തീയിൽ മുറ്റത്ത് ചാണകം മെഴുകി അവിടെ ഉമ്മിക്ക് തീയിട്ട് ആ തീ നല്ല കുറച്ചങ്ങോട്ടോ ആയി കഴിയുമ്പം അതിനകത്ത് എട്ടങ്ങാടിക്കുള്ള കിഴങ്ങുകൾ ഓരോന്നോരോന്നായിട്ട് കൊണ്ടുവന്നിട്ട് ചുട്ട് എടുത്തിട്ട് ആരുടെയാണോ തിരുവാതിര, ഏത് വ്യക്തിക്കാണോ പ്രാധാന്യം ആ വ്യക്തിയെ കൊണ്ട് തന്നെയാണ് ആദ്യം കിഴങ്ങ് ചുടിപ്പിക്കുന്നത്. അപ്പം കുറവയൊക്കെ ഇട്ട് എല്ലാവരും കൂടെ നല്ല രസകരമായിട്ട് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അറിയാവുന്ന ആളുകൾ പറഞ്ഞു കൊടുക്കുകയും അത് അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുക. വൈകുന്നേരത്തെ കുളി കഴിഞ്ഞ് വീണ്ടും എല്ലാവരും തിരുവാതിര കളിക്കാൻ ഒരുങ്ങി വരുമ്പം ആണ് ഈ എട്ടങ്ങാടി നേദിക്കുന്നതൊക്കെ. ശരിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഇല കൊണ്ട് മൂടി, പാത്രം ഉരുളിയും ഇലയല്ലേ ഉള്ളൂ, ഇല കൊണ്ട് മൂടിയിട്ടാണ് വെക്കുന്നത്. ഓട്ടുചട്ടവും ഇല ആണ്. അത് എട്ടങ്ങാടി അവിടെ കൊണ്ട് വെച്ചതിന് ശേഷം നേദിക്കുന്നതിൻ്റെ വിളക്കിന് മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് എല്ലാവരും കൂടെ വട്ടത്തിലിരുന്ന് പാട്ടുപാടി എട്ടങ്ങാടി കഴിക്കുന്നു. എല്ലാവർക്കും ആദ്യം എടുത്തു കൊടുക്കും. തുടർന്നിരിക്കണം എന്നാണ് എട്ടങ്ങാടി കഴിക്കാനായിട്ട്. തുടർന്നിരിക്കുക എന്നാണ് പറയുന്നത്. തുടർന്നിരിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ ഇവിടുത്തെ രീതി അനുസരിച്ച് കമുകിൻ്റെ ഓല
ഇരിഞ്ഞിട്ട് അത് ഇങ്ങനെ നിരത്തി ഒന്നേ തൊട്ടൊന്ന് അങ്ങനെ നിരത്തിയിടും. നീളത്തിൽ അങ്ങോട്ടിടും. 2-3 ലൈനായിട്ടിടുമ്പോൾ എല്ലാവരും അതിലാണ് ഇരിക്കുന്നത്. എല്ലാവർക്കും കൂടി ഇരിക്കാൻ പലക കാണൂലല്ലോ. കുറച്ച് പ്രധാനപ്പെട്ട ആളുകളൊക്കെ പലകയിൽ തന്നെ ഇരിക്കും. ആവണപ്പലകയിൽ തന്നെ ഇരിക്കണം. അല്ലാത്തൊരു തുടർന്നിരിക്കാൻ വേണ്ടിയിട്ട് തയങ്ങിടും. ആ തയങ്ങയിലാണ് ഇരിക്കുന്നത്. ചിരട്ട, ചകിരി എന്നിവ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു കൊട്ടയ്ക്കകത്ത് അവിടെ കൊണ്ടുവന്ന് വെക്കും. അതെല്ലാവരുടെയും കയ്യിൽ, ഈ സ്ത്രീകളുടെ എല്ലാവരുടെയും കയ്യിൽ കൊടുക്കും. എന്നിട്ട് ഇവരെല്ലാവരും കൂടെ കൂടിയിട്ട് ദിക്ക് ആരാധിക്കുക എന്നാണ് പറയുന്നതെന്ന് തോന്നുന്നു. ദിക്ക് ദേവതകളെ പാലിക്കുക എന്നുള്ള രീതിയിൽ സംരക്ഷിക്കുക, അല്ലെങ്കിൽ അവരെ അംഗീകരിക്കുക, അതിനൊക്കെയാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും 4 ദിക്കിലേക്കും ഇത് എറിയുക. എടുത്തെറിഞ്ഞിട്ട് 4 ദിക്കിലേക്ക് എറിയും, മുകളിലേക്ക് എറിയും, താഴോട്ട് വരും. അത് കഴിഞ്ഞാൽ അതിൻ്റെ ഇത് കഴിഞ്ഞു. പിന്നെ അവിടെ തന്നെ ഇരുന്ന് എട്ടങ്ങാടി എല്ലാവർക്കും എട്ടങ്ങാടി നേദ്യം ഉണ്ട്. അപ്പോൾ ആ നേദ്യം നേദിക്കാൻ അറിയാവുന്ന ഒരാൾ, നമുക്കിവിടെ കിടങ്ങൂർ കുമാരൻ്റെ ഒരു നേദ്യമില്ല. അപ്പോൾ നേദിക്കാത്തപ്പോൾ നമ്മൾ ശിവൻ്റെ അമ്പലത്തിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങൾ, നേദിച്ചു കൊണ്ടുവരുന്ന സാധനങ്ങൾ കരിക്കും പഴമാണ്. അത് അവിടെ നിന്ന് നേദിച്ചു കൊണ്ടുവന്നിട്ട് ഈ എട്ടങ്ങാടിക്കകത്ത് ഇതെല്ലാം കൂടെ വലിയ ഉരുളിക്കകത്ത് ഇത് മിക്സ് ചെയ്ത് ഇളക്കിക്കൊണ്ടിരിക്കുമ്പം അവിടുന്ന് കൊണ്ടുവരുന്ന കരിക്ക്, നേദിച്ചു കൊണ്ടുവരുന്ന കരിക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിനകത്ത് ഇട്ടിട്ട് ശിവൻ്റെ അമ്പലത്തിൽ നേരിച്ച് കരിക്ക് കൊണ്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എട്ടങ്ങാടിക്കകത്തേക്ക് ഇടും. എന്നിട്ട് പിന്നെ ആ കരിക്കിൻ്റെ വെള്ളം എടുത്തിട്ട് ഒരു ഗ്ലാസ്സിനകത്ത് എടുത്ത് സ്പൂണും ഇട്ട് എല്ലാവർക്കും തീർത്ഥമായിട്ട്, അവിടെ ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും തീർത്ഥമായിട്ട് കൊടുത്തിട്ട് എട്ടങ്ങാടി എല്ലാവർക്കും ചെറിയ പാത്രത്തിലാക്കി കൊടുക്കും. ഒന്നിച്ച് കിട്ടുമ്പോഴേ കഴിക്കരുത്. പഞ്ചാക്ഷരം ജപിച്ചിട്ട് വേണം. കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന വേണം കഴിക്കാൻ. പഞ്ചാക്ഷരം ജപിക്കണം. പിന്നെ മംഗല്യസ്ത്രീകളാണെങ്കിൽ കണ്ഠസൂത്രത്തിന്മേൽ കൈ പിടിക്കണം. അതായത് താലിയിൽ ഒരു കൈ കൊണ്ട് പിടിച്ചിട്ട് കയ്യിൽ വാൽക്കണ്ണാടിയും വേണം. അതോടുകൂടിയിട്ട് നമ്മൾ ഇത് കഴിക്കുകയാണ് എട്ടങ്ങാടി കഴിച്ചു കഴിഞ്ഞാൽ 3 കൂട്ടുക എന്നുള്ളതാണ്. 3 കൂട്ടണം. അത് നേരിക്കുന്ന വയറ്റിൽ വേണം. പണ്ടൊക്കെ 108 വെറ്റിലെന്നാണ് അതിൻ്റെ ചടങ്ങ്. 108 ചെറിയ വെറ്റിലായിരിക്കും എടുക്കുന്നത്, കണിവെറ്റ് ചെറുത്. കാരണം വലുതാകുമ്പം അത്രയും കഴിക്കാൻ പറ്റും. 24 മണിക്കൂർ കൊണ്ട് ഈ വെറ്റില മുഴുവനും നമ്മൾ ചവച്ച് 3 കൂട്ടുകയുള്ളൂ. മറ്റേ പുകയിൽ നമ്മൾ ഉപയോഗിക്കില്ല. നമ്മൾ എന്ത് വിശേഷങ്ങൾക്കാണെങ്കിലും 3 കൂട്ടാനായിട്ട് കൊടുക്കും. 3 കൂട്ടാനായിട്ട് ഇപ്പോൾ വിവാഹത്തിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ എല്ലാവരും ഇരിക്കുന്നിടത്ത് ഒരു പാത്രത്തിനകത്ത് 3 കൂട്ടാൻ വെച്ചത്. അത് വായുടെ സുഖത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഇനി അതിൻ്റെ നീര് ഉള്ളിലേക്ക് എത്താൻ ഔഷധമാണ്. ആദ്യത്തെ വെറ്റില നമ്മൾ ഇറക്കുക ചെയ്യുന്നത്. ഏറ്റവും ആദ്യം കഴിക്കുന്ന വെറ്റില വാസന ചുണ്ണാമ്പും വെറ്റിലയും കളിയിറക്കായും ആണ്. അപ്പോൾ അത് 3 കൂടെ നമ്മൾ വായിലിട്ട് ചവച്ച് ഇറക്കുകയാണ് ചെയ്യുന്നത്, ആദ്യത്തെ മാത്രം. പിന്നെ എല്ലാം ചവച്ച് തുപ്പുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞാൽ ഒരു 8 വെറ്റിലെങ്കിൽ നമ്മൾ സാധാരണ കഴിക്കണം, ആ ഒരു ദിവസം കഴിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ അത് മാറ്റി വെച്ചിട്ട് പിറ്റേ ദിവസം സമയം പോലെ മുഴുവൻ തീർക്കണം. വൈകുന്നേരത്തെ കുളി കഴിഞ്ഞ് വരുമ്പം 2 ചടങ്ങുകളാണ് ചെയ്യണം. ഒന്ന് ഊഞ്ഞാലാടും. ഒരു ഊഞ്ഞാൽ കെട്ടിയിട്ട് ആ ഊഞ്ഞാലിൽ കയറിയിരുന്ന വേളി കഴിഞ്ഞ് കുട്ടിയാണെങ്കിൽ ആ കുട്ടിയെ ആദ്യം ദമ്പതികളാണ് കയറിയിരുന്ന ആടുകയൊക്കെ ചില സ്ഥലത്ത് ആ പെൺകുട്ടി എല്ലാവരും കൂടെ പാട്ടൊക്കെ പാടി ആടിക്കും. ഊഞ്ഞാലാട്ടവും പിന്നെ കയ്യിൽ മൈലാഞ്ചി, അത് രണ്ടും മകയിരത്തിൻ്റെ അന്ന് വേണം നിർബന്ധമായിട്ട്. പിന്നെ എട്ടങ്ങാടി കഴിഞ്ഞാൽ പിന്നെ കളിയാണ്. പിന്നെ കളിക്കാന്ന് പറഞ്ഞാൽ ഇത് പറഞ്ഞ പോലെ തന്നെ ആദ്യം ഗണപതി, മകയിരത്തിൽ നിന്ന് എല്ലാവരും ഗണപതി ചൊല്ലണമെന്നാണ്. ഓരോ പാട്ട് എല്ലാവരും ഗണപതിയെ സംബന്ധിച്ച് എത്ര പേര് കളിക്കാൻ നിൽക്കുന്നു അത്രയും പേര്, മംഗല്യമുള്ള സ്ത്രീകൾ തീർച്ചയായിട്ടും ഓരോ ഗണപതിയെ സംബന്ധിച്ച് സ്തുതി പാടും. പിന്നെ സരസ്വതി, പിന്നെ സ്വയംവരം, പാർവതി സ്വയംവരം, രുക്മിണി സ്വയംവരം, അങ്ങനെ ദേവിമാരുടെ പാട്ടേ പാടുള്ളൂ. അല്ലാത്ത പാട്ടൊന്നും പാടില്ല. ഈ ദേവന്മാരുടെയും ദേവിമാരുടെയും പാട്ട് മാത്രമേ ഇതിനൊക്കെ പാടുകയുള്ളൂ. പിന്നെ തിരുവാതിരയുടെ അന്ന് മാത്രമേ മറ്റു പാട്ടുകളൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഒക്കെ പാടുകയുള്ളൂ. അതിലപ്പോൾ കൂടി കഴിഞ്ഞതിന് ശേഷം മാത്രമേ എല്ലാ പാട്ടും നമുക്ക് പാടാനുള്ള അധികാരമുള്ളൂ. അതുവരെ നമ്മൾ ദേവന്മാരെ മാത്രമാണ്. നന്മയേറുന്നൊരു പെണ്ണിനെ വേൾപ്പാനായി എന്നുള്ള സ്വയംവരം അത് ചൊല്ലിക്കൊണ്ട് വിളക്കും എല്ലാവരും കൈ വാൽക്കണ്ണാടി ഉണ്ടായിരിക്കണം. ചില സമയത്ത് മകയിരത്തിൻ്റെ അന്ന് എട്ടങ്ങാടി 2-3 ദിവസമായിട്ട് വരാറുണ്ട്. ഒരു ദിവസം എട്ടങ്ങാടി, ഒരു ദിവസം ഉറക്കൊഴിച്ചിൽ, നോയമ്പ് മുറ്റി, അങ്ങനെ 3 ദിവസമായിട്ട് വരാറുണ്ട്. ചിലപ്പോൾ 2 ദിവസമായിട്ട് വരും, ചിലപ്പോൾ 1 ദിവസമായിട്ട് വരും. അപ്പോൾ ഈ കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം ഉറക്കൊഴിച്ചിലും പിന്നെ എട്ടങ്ങാടിയും 1 ദിവസവും, നോയമ്പ് പിറ്റേ ദിവസവും. അപ്പോൾ എട്ടങ്ങാടി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോയമ്പ് ആരംഭിക്കുകയാണ്. അപ്പോൾ എട്ടങ്ങാടി കഴിച്ചു കഴിഞ്ഞ് അപ്പം തന്നെ കളിക്കാൻ ഇറങ്ങി വരുന്നതിനൊരു ചടങ്ങുണ്ട്. വെറ്റില ഒന്നും കൂടെ കഴിഞ്ഞിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒന്നും കൂടെ വെറ്റില കഴിച്ചിട്ട് പിന്നെ എല്ലാവരും കൂടെ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ നന്മയേറുന്നൊരു പെണ്ണിനെ വേൾപ്പാനായി നാഥൻ എഴുന്നള്ളും നേരത്തിങ്കൽ ഭൂതങ്ങളെ കൊണ്ട് അകമ്പടി സേവിച്ചു കളയമേലേറി നമശിവായ എന്നുള്ള പാർവതി സ്വയംവരം പാടിക്കൊണ്ടാണ് എല്ലാവരും കൂടെ മുറ്റത്തേക്ക് ഇറങ്ങുന്നത്. ആർപ്പില്ല, കുരവയായിട്ട് ഇറങ്ങും.
വിളക്കും കയ്യിൽ കാണും, പിന്നെ വാൽക്കണ്ണാടി ഒരു കയ്യിൽ അതും പിടിച്ചുകൊണ്ടാണ് ഇറങ്ങുന്നത്. എന്നിട്ട് നമ്മൾ അതെല്ലാം കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് വട്ടത്തിൽ ഇരിക്കുമ്പം ആ അടുക്ക് വെച്ചിരിക്കുന്ന വിളക്കിൻ്റെ അടുത്ത് എല്ലാവരുടെയും കയ്യിലുള്ള സാധനങ്ങൾ അവിടെ കൊണ്ടുവയ്ക്കും. അതിന് ശേഷമാണ് പിന്നെ കളി. ആ കളി തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ നിർത്തുന്നത് രാത്രി 12 മണി വരെയാണ്. തിരുവാതിര ദിവസം നമ്മൾ രാത്രി ഒരു 9 മണിയായിട്ട് ആണ് നേരത്തെ അങ്ങോട്ട് സന്ധ്യയ്ക്ക് വിളക്ക് വെച്ച് തിരുവാതിരയൊന്നും തുടങ്ങാറില്ല. 8 മണി 9 മണിയൊക്കെ ആയിട്ടേ തുടങ്ങുള്ളൂ. സ്ത്രീകളുടെ ജീവിതത്തിലെ ഏറ്റവും മറക്കാനാവാത്ത ഒരു അനുഭവമാണ് ആ തിരുവാതിര എന്ന് പറയുന്നത്. കാരണം അത്രയും ഹൃദയം തുറന്നിട്ടുള്ള ചിരിയും അത്രയും ആർപ്പ് വിളിക്കലും കുരവീടലും ഒക്കെ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത് അനുഭവിച്ചാലേ അറിയത്തുള്ളൂ. അത്രയും രസമാണ്. ഉച്ചയ്ക്ക് സദ്യ തന്നെ വേണം. ശിവൻ്റെ പിറന്നാളാണ്, അപ്പോൾ സദ്യ തന്നെ വേണം. അപ്പോൾ ആ സദ്യ എന്ന് പറയുമ്പം നൊയമ്പാണെങ്കിൽ ഗോതമ്പ് ചോറും ബാക്കി നമ്മുടെ നാല് കറി ഉണ്ടല്ലോ, ആ 4 കറി എന്ന് പറയുന്ന മലയാളക്കറികൾ. പഴനുറുക്ക് വേണം. ഉപ്പേരി തിരുവാതിരയ്ക്ക് വട്ടത്തിലാണ്. പിന്നെ മകരത്തിൻ്റെ അന്ന് സദ്യ ഉണ്ട്. മകരത്തിൻ്റെ അന്ന് സദ്യ, തിരുവാതിരയുടെ അന്ന് സദ്യ. പിന്നെ ഈ എട്ടങ്ങാടി കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു കൂവ പായസം എന്ന് പറയുന്ന കൂവ കുറുക്കി ഒരു സാധനം, കൂവ കുറുക്കി പായസത്തിൻ്റെ രൂപത്തിലാക്കി എടുത്തിട്ട് അത് സ്പൂൺ കൊണ്ട് പ്രസാദം കൊടുക്കുന്ന പോലെ എല്ലാവർക്കും കൊടുക്കും. കൂവ പായസം എന്നാണ് പറയുന്നത്. കൂവ കുറുക്കിയതെന്നും പറയും, കൂവ പായസം എന്ന് പറയും. വൈകുന്നേരം നല്ല ഒരുങ്ങി എല്ലാവരും നല്ല കോടിയിലക്കിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് നല്ല ഒരുങ്ങിയിട്ടാണ്. മുല്ലപ്പൂമാലയൊക്കെ എല്ലാവരും വെച്ച് അങ്ങനെയൊക്കെയാണ്. ദശപുഷ്പം വെക്കണം, അങ്ങനെയൊക്കെ വെച്ചാണ് കളിക്കാൻ വരുന്നതൊക്കെ. അഷ്ടമംഗല്യത്തിനകത്ത് വെക്കേണ്ട സാധനങ്ങൾ പറയാൻ എന്തൊക്കെയാണ്. നമ്മൾ സാധാരണ ഒരു അഷ്ടമംഗല്യത്തിൽ വെക്കുന്നതിനേക്കാൾ കൂടുതൽ സാധനങ്ങൾ തിരുവാതിരയുടെ അഷ്ടമംഗല്യത്തിൽ വെക്കാറുണ്ട്. സാധാരണയാണെങ്കിൽ പുരവം, ദർപ്പണം, ദീപം, കലശം, വസ്ത്രം, അക്ഷതം, അങ്കനാസ, ഹേമസംയുക്തം അഷ്ടമംഗല്യ ലക്ഷണം, അത്രേ ഉള്ളൂ. തിരുവാതിരയുടെ അഷ്ടമംഗല്യത്തിനകത്ത് മണ്ണുർപ്പാനി, മഷിക്കുടുക്ക, നിറമേറിയിടുന്ന കണ്ണാടിയും, ചെപ്പും പുസ്തകവും, അലക്കുപുടവ, ദീപം നിറപ്രസ്ഥവും, പുഷ്പം 10 കിണ്ടിനീർ, പലകമേൽ ഭസ്മം, പ്രഭാതോദയെ വെച്ചാൽ മംഗളദേവത ഭഗവതിക്ക് ആസ്ഥാനം 12 സ്ഥാനങ്ങളുണ്ട്. അതെല്ലാം മഞ്ഞൾ, നാണയങ്ങൾ, ഗ്രന്ഥം ഒക്കെ അതിനകത്ത് വയ്ക്കും. പാതിരാപ്പൂ ചൂടാൻ പോകുന്നൊരു ചടങ്ങുണ്ട്. അത് കളി എല്ലാം കുറേ അങ്ങോട്ട് ആയി കഴിയുമ്പോൾ കുറച്ച് കളിച്ച് എല്ലാം കഴിയുമ്പോൾ പാട്ട്, ദേവന്മാരുടെ പാട്ട് മാത്രമേ പാടുള്ളൂ, ഈശ്വരൻ്റെ പാട്ട് മാത്രം. പൂ എടുക്കാൻ പോകുക എന്നാണ് പറയുന്നത്. ദൂരെ ഒരു സ്ഥലത്ത്, കുറച്ച് ദൂരെ ഒരു സ്ഥലത്ത് ഒരു വെളിപ്പാട് അങ്ങനെ വേണ്ട, ഘോഷിച്ച് പോകേണ്ടതായതുകൊണ്ട് കൂടുതൽ ദൂരം ഉണ്ടെങ്കിൽ പാട്ടൊക്കെ പാടി പോകാൻ നല്ല രസമാണ്. തൊട്ടടുത്ത് കൊണ്ട് വയ്ക്കില്ല. അടുത്തൊരു സ്ഥലത്ത് നമ്മൾ പൂ വയ്ക്കും. അത് നേരത്തെ ആരും കാണാതെ കൊണ്ട് വയ്ക്കും. ദശപുഷ്പത്തിനോട് കൂടി തന്നെ പാതിരാപ്പൂ എന്ന് പറയുന്ന 2 സാധനമുണ്ട്. അടയ്ക്കാമണിയനും ചുവന്ന കൊടുവേലി. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ദശപുഷ്പം പ്രധാനം. അത്രയായാൽ പിന്നെ ചില സ്ഥലങ്ങളിൽ ഒരോളം വരാൻ വേണ്ടിയിട്ട് കവുങ്ങിൻ്റെ പൂക്കിൽ ചെറുതായിട്ട് ഇങ്ങനെ ഒടിച്ചൊടിച്ച് നല്ല ഇത്ര നീളത്തിൽ അതും ഇതിൻ്റെ കൂട്ടത്തിലിട്ട് അങ്ങനെ എല്ലാം കൂടെ അപ്പോൾ നല്ലൊരു കയ്യിൽ എല്ലാവർക്കും കൊടുക്കാൻ മാത്രം ഉണ്ട്. മറ്റേ നമ്മൾ കുറച്ചല്ലേ ഉള്ളൂ കൊടുക്കാൻ, ആകുമ്പോൾ എല്ലാവർക്കും കൊടുക്കും. അത് പാതിരാപ്പൂ ചൂടുമ്പോൾ കൊടുക്കുന്നതാണ് പാതിരാപ്പൂ ചൂട്. ആ പാതിരാപ്പൂ എടുക്കാൻ കൊണ്ടുവയ്ക്കുന്നത് ഒരു പാലയുടെ ചൂട്ടിലായിരിക്കും. പാലമരത്തിൻ്റെ ചൂട്ടിൽ വെക്കാമോ. പാലമരം ഉണ്ടെങ്കിൽ ഇപ്പോൾ എല്ലായിടത്തും പാല കാണുമല്ലോ. അപ്പം നമ്മളൊരു പാലയുടെ കൊമ്പ് വെട്ടി ദൂരെ കൊണ്ടുവന്ന് നാട്ടും പറമ്പിലെ വഴിക്കാണ് കാണിച്ചാൽ വഴിയോടെയാണ് പോകുന്നത് പൂ എടുക്കാൻ, കാട്ടിക്കൂടെ പോകില്ല. അപ്പം അങ്ങനെ പോകുമ്പം ആ വഴിയുടെ കുറച്ച് ദൂരമായിട്ട്, അതായത് ഒരു 50 മീറ്റർ 100 മീറ്റർ വരെയൊക്കെ ആകാം, അത്രയും ദൂരെ കൊണ്ട് വെച്ചിട്ട് ഇവിടുന്ന് എല്ലാവരും കൂടെ പൂ എടുക്കാൻ പോകുമ്പം നേരം സാരാസാക്ഷിമാർ കേൾപ്പിനെല്ലാവരും നേരം പാതിരായല്ലോ എന്നുള്ള പാട്ട് പാടും. ആ പാട്ട് പാടിയിട്ടാണ് ഇവർ എല്ലാവരും കൂടെ ദശപുഷ്പം ധന്യമാം ദശപുഷ്പം ചൂടുവാൻ മന്ദമായിന്നു പോകണം എന്ന് പറഞ്ഞാൽ ദശപുഷ്പം എന്താണെന്നൊക്കെ പറഞ്ഞ് ആ പാട്ടുമൊക്കെ പാടിയാണ് പോകുന്നത്. അപ്പോൾ ആ പാട്ട് പാടി കഴിഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. പോയി കഴിഞ്ഞാൽ ഒരു കുട്ടിയെ കൊണ്ട് ഒരു പലകയൊക്കെ കയ്യിലെടുക്കണം. ഒരു കുട്ടി പലക എടുക്കണം, കിണ്ടി എടുക്കണം, കിണ്ടിയും വെള്ളം എടുക്കണം. ശിവപേരൂർ മതിലകത്ത് ഒന്നല്ലുള്ളൂ പൂത്തിലഞ്ഞി ആയിലഞ്ഞി പൂവെറുക്കാൻ ദൂരിൻ തോഴിമാരെ. ആ പാട്ട് 10 വരെ. അത് കഴിഞ്ഞ ഉടനെ തന്നെ കുറവേ ആർപ്പുണ്ട്. പിന്നെ പിന്നെ പാടുന്ന പാട്ട് ഒന്നാകും ചെറു കൊട്ടാരക്കരെ താലിപ്പെണ്ണെന്നോട് പൂവിരന്നു പൂവു കണ്ടിട്ടോ പൂമരം കണ്ടിട്ടോ എന്തുകൊണ്ടെന്നോട് പൂവിരന്നു പൂ പറിക്കണം മാല കെട്ടണം താലത്തിൽ വെക്കണം അങ്കപ്പെണ്ണ് എന്നുള്ള പാട്ടാണ്. അത് 10 വരെ അത് പാടും. പിന്നെ ഒന്നങ്കൂമ്പ് മുളം തണ്ടു ചുറ്റി മുളങ്കൂമ്പ് മുറ്റി ആരിലച്ചേരിലെ കന്യകളെ നിങ്ങൾ ആടിപ്പാടി പൂവെടുപ്പിൻ. അതും 10 വരെ. അതായത് ആർക്കാണ് തിരുവാതിര ആ കുട്ടിയെ തിരുവാതിരക്കാർ അവരെ പലകയിലിരുത്തിയിട്ട് വെള്ളം കൊടുക്കാനുള്ളൊരു പാട്ടുണ്ട്. ഒന്നങ്കുന്നിന്മേലൊരടി മണ്ണിന്മേലൊന്നല്ലോ കന്യക പാല നട്ടു പാലക്കില വന്നു പൂവന്നു കാവന്നു പാലയ്ക്കു നീർ കൊടു വാർകുഴലി എന്ന് പറയുമ്പം ആ കുട്ടി അല്ലെങ്കിൽ ആ സ്ത്രീ വെള്ളം ചോട്ടിലേക്ക് പാലടി ചോട്ടിലേക്ക് ഒഴിക്കും.
പിന്നെ രണ്ടാം കുന്നിന്മേൽ രണ്ടടി മണ്ണിന്മേൽ രണ്ടല്ലോ കന്യക പാല നട്ടു, പാലക്കില വന്നു പൂവന്നു കാവന്നു, പാലയ്ക്കു നീർ കൊടു വാർകുഴലി. ആ പാട്ട് 10 വരെ ചൊല്ലും. 10 വരെ ചൊല്ലിയിട്ട് ആർപ്പും കുറവ് പിന്നെ അത് കഴിഞ്ഞാൽ പൂവെടുക്കായി അതെടുക്കും. നല്ല സ്റ്റൈലായിട്ട് അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നത് വലിയ ഘോഷത്തോടു കൂടിയാണ് പോകുന്നത്. അപ്പം നമ്മൾ പുരുഷന്മാർ കുറേ നിൽക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ആർപ്പ് വിളിക്കാനായിട്ട് കുട്ടികളും പുരുഷന്മാരും ഒക്കെ കൂട്ടത്തിൽ കാണും. പിന്നെ ഒരു പരിപാലകരായിട്ട്, കാരണം പാതിരാത്രിയാണ്, സ്ത്രീകൾ തന്നെയാണ് പോകുന്നത്. അപ്പം എപ്പോഴും നമുക്കൊരു സംരക്ഷകരായിട്ട് അവരും കൂട്ടത്തിൽ ഇവിടെ കുറച്ച് അടുത്തടുത്ത് വരും. അപ്പോൾ അവരും കൂടെ നിന്നിട്ടാണ് നമ്മൾ കുറവിട്ടാൽ അവർ ആർപ്പ് വിളിക്കും. ഓരോ 10 പ്രാവശ്യത്തെ കഴിയുമ്പോൾ 10ാം ഇത് ചെയ്യുമ്പം കുറവ് വരും. അപ്പോൾ ആർപ്പ് വിളിക്കും. എന്നിട്ടെല്ലാവരും കൂടെ തിരിച്ചു വരുമ്പം വഞ്ചിപ്പാട്ട് പാടിയാണ് വരുന്നത്. സാധാരണ പാടുന്ന പാട്ട് അഴിമകളും ഒരുമിച്ചൊരു കട്ടിന്മേലന്നേരം 7ാം മാളിക മുകളിലിരുന്നരുളും ഓ തിത്തിത്തര തിത്തിത്തെയ്തും. ആ പാട്ടാണ് സാധാരണ ഒഴിവാക്കാൻ പാടില്ലാതെ. അത് പിന്നെ അല്ലെങ്കിൽ ആ പാട്ടിൻ്റെ വഞ്ചിപ്പാട്ടിൻ്റെ ഏത് വേണമെങ്കിലും, തൃപ്പൂണിത്തുറക്കാരൊക്കെ ആണെങ്കിൽ തൃപ്പൂണിത്തുറ അമ്പലത്തിൽ ഭഗവാന്റെ വഞ്ചിപ്പാട്ട്, ചേർത്തലയിലൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ചേർത്തല ദേവിയെ സംബന്ധിച്ചിട്ട്, അങ്ങനെ ഓരോ ആ സ്ഥലത്തെ സംബന്ധിച്ചിട്ടുള്ള ഐതിഹ്യം വല്ലതുണ്ടെങ്കിൽ വഞ്ചിപ്പാട്ടായിട്ടുണ്ടെങ്കിൽ അത് എന്തായാലും ഇത് പാടാറുണ്ട്. പിന്നെ പറഞ്ഞതങ്ങനെ തന്നെ പാതിരാവായല്ലോ ഭഗ്നി, കുറഞ്ഞൊന്നുറങ്ങട്ടെ ഞാൻ ഉലകിരേഴും, നിറഞ്ഞ കൃഷ്ണനെ കാൺമാൻ പുലർകാലെ പുറപ്പെടാം, അറിഞ്ഞു വല്ലതും കൂടി തന്നയക്കേണം. ആ പാട്ട് അതും അത് ഇതിൽ കൂടുതൽ പാടി. ആ വഞ്ചിപ്പാട്ട് 2-3 വഞ്ചിപ്പാട്ട് കഴിഞ്ഞ് ഏറ്റുപാടി ആർപ്പും കുറവായിട്ട് വീണ്ടും മുറ്റത്ത് വന്ന് ദശപുഷ്പത്തിനകത്ത് ഓരോ പൂവും കയ്യിലെടുത്തിട്ട് അതിൻ്റെ പ്രാധാന്യം പറയും. ഓരോ ഒന്ന് കയ്യിലെടുക്കി കൊടുത്തിട്ട് ഇപ്പം ആദിയാകും കറുകയ്ക്കോർക്കിലോ ആദിത്യനല്ലോ ദേവത, ആധിവ്യാധികളാകവേ തീരും ആകയാലിന്നു ചൂടുകിൽ എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും കറുക കൊടുക്കും. കറുക ആദ്യത്തെ കറുകയാണല്ലോ. കറുക കഴിഞ്ഞിട്ട് ഓരോന്നും ചൊല്ലിക്കൊണ്ട് എല്ലാവർക്കും 10 എണ്ണം എല്ലാവർക്കും കിട്ടത്തക്ക രീതിയിൽ കൊടുക്കും. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ പാതിരാപ്പൂ എന്ന് പറയുന്ന 2 സാധനം, അടയ്ക്കാമണി, ഈ 2 പൂവാണ് പാതിരാപ്പൂ. പിന്നെ അപ്പം ഈ വഞ്ചിപ്പാട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഗണപതി സരസ്വതിയും ചൊല്ലുന്നതിന് മുമ്പ് തന്നെ മംഗലാതിര ചൊല്ലും. എല്ലാവർക്കും ദശപുഷ്പം ചോദിച്ചിട്ട് സുന്ദരിമാരെ ചൂടുവെന്ന് പറഞ്ഞിട്ട് ഒരു പാട്ടുണ്ട് 2 ലൈന്. ആ 2 ലൈൻ പാടിക്കഴിഞ്ഞിട്ട് സുന്ദരിമാരെ ചൂടുവെന്ന് പറയുമ്പോൾ എല്ലാവരും കിഴക്കോട്ട് തിരിഞ്ഞ് നിന്നിട്ട് പൂ തലയെ ചൂടും. ഉറങ്ങിക്കിടക്കുന്ന കുട്ടികളാണ്, പെൺകുട്ടികളാണെങ്കിൽ അവരുടെ തലയെ കൊണ്ടുവന്ന് വെച്ച് അവരെയൊക്കെ പോലും ചൂടിപ്പിക്കും, എല്ലാവർക്കും കൊടുക്കും. പൂത്തിരുവാതിരാണെങ്കിൽ ആ ഭാര്യ തന്നെ ഭർത്താവിന് കൊണ്ടുവന്ന് പൂ കൊണ്ട് കൊടുക്കണം. അങ്ങനെയൊക്കെയാണ്. മംഗലാതിര എന്നുള്ള പാട്ട്, മംഗലാതിര എന്നുള്ള പാട്ട് ഒരു വർഷത്തിൽ ഒറ്റ ദിവസം ആ പാട്ട് പാടുകയുള്ളൂ. വേറൊരു ദിവസം ആ പാട്ട് പാടാറില്ല. മംഗലാതിര നെൽപുരാണം എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ആ പാട്ട് പാടിയതിന് ശേഷം അത് കഴിഞ്ഞതിന് ശേഷം ഗണപതി സരസ്വതി. അതിൻ്റെ 2 ലൈൻ പാടാം, 2-3. മംഗലാതിര നെൽപുരാണം എങ്കിലോ കേട്ടാലുമുള്ള വണ്ണം, പണ്ടൊരു ത്രേതായുഗത്തിങ്കല് ഉത്തമനായൊരു വൈദികന്. അങ്ങനെ ആ പാട്ടാണ്. അപ്പോൾ വലിയ പാട്ടാണ്. അത് പാടി എല്ലാവരും അന്ന് പാടി കളിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വർഷത്തിൽ ഒരു ദിവസം മാത്രം പാടുന്ന പാട്ടാണ് മംഗലാതിര. അത് തിരുവാതിരയുടെ അന്ന് മാത്രം. അപ്പോൾ അത് പാടി കളിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു അന്തർജനത്തിന് ഒരു നമ്പൂരി വേളി കഴിച്ച് ഇല്ലത്ത് കൊണ്ടുവന്നു. പിന്നെ ഭക്തയായ ഒരു കുട്ടിയായിരുന്നു, അല്ല ഈശ്വരഭക്തി കൂടുതലുള്ളൊരു കുട്ടിയായിരുന്നു. പാർവതിയെ ശിവനെയൊക്കെ അമ്പലത്തിൽ പോയി തൊഴുത് എപ്പോഴും പ്രാർത്ഥിച്ചു നടക്കുന്ന ഒരു കുട്ടി, പ്രാർത്ഥിച്ച് കഴിഞ്ഞുകൊണ്ടിരുന്ന ഒരു കുട്ടിയെ വേളി കഴിച്ച് കൊണ്ടുവന്ന് കുടിവെപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ഭർത്താവ് മരിച്ചു, വിധവയായി. അപ്പോൾ എല്ലാവരും പാർവതിയും ആ കുട്ടിയും പാർവതിയും എല്ലാവരും കൂട്ടത്തിലുണ്ടായിരുന്നൊരു മുഴുവൻ ഭയങ്കര കരച്ചിലായി. ശിവൻ എപ്പോഴത്തേനും വന്നു. എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞിങ്ങനെ, ഇന്നലെ വരെ നമ്മളെ ധ്യാനിച്ച് നമ്മളെ പൂജിച്ചുകൊണ്ടിരുന്ന കുട്ടിക്ക് നീ സംഭവം ഇങ്ങനെ ഉണ്ടായല്ലോ എന്ന് പറഞ്ഞിട്ട് പാർവതി ശിവനോട് പറഞ്ഞു. അപ്പോൾ എല്ലാവരും കൂടെ വലിയ സങ്കടപ്പെട്ടപ്പോൾ ശിവന് കാലപുരത്തേക്ക് നോക്കി നാഥൻ എന്ന് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എന്നാണ് ആ പാട്ടിനകത്ത് തന്നെ ഉണ്ടതൊക്കെ. കാലപുരത്തേക്കു നോക്കി നാഥൻ കാലനുള്ളിൽ ഭയം തുടങ്ങി, ധർമ്മരാജാവൂ ഭയപ്പെട്ടിട്ട് വൈദികൻ തന്നുയിർ കാഴ്ച വെച്ചു. ആ ജീവനെ തിരിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ അവർ വീണ്ടും എല്ലാവരും കൂടെ കൂടി ആ കുട്ടിയെ കുളിച്ച് മുഖമൊക്കെ കഴുകി കാലുമൊക്കെ കഴുകി ആ കുട്ടിയെ വീണ്ടും താലി എടുത്തണിയിപ്പിച്ച് അത് കഴിഞ്ഞാൽ പിന്നെ ഗണപതി സരസ്വതി ചൊല്ലുക. പിന്നെ എല്ലാം നമുക്കിഷ്ടമുള്ള പാട്ട് പാടി ലോകത്തിലുള്ള ഏത് വിഡ്ഢിപ്പാട്ടും പാടുകയോ കളിക്കുകയോ ഏത് തമാശപ്പാട്ട് പാടുകയും ഒക്കെ ചെയ്തതും വിഡ്ഢിപ്പാട്ടൊക്കെ പാടി കളിച്ചുകൊണ്ടിരിക്കുമ്പം കുറച്ച് പേര് ഇങ്ങനെ വേഷമൊക്കെ കടുവായുടെ വേഷത്തിലെ ആളുകൾ വരും.
കുട്ടികളോ അല്ലെങ്കിൽ അതൊക്കെ പുരുഷന്മാരാണ് കേട്ടോ, സ്ത്രീകളല്ല. ഒന്നെങ്കിൽ പുരുഷന്മാരല്ലേ ഉണ്ണികൾ, അവർ വേഷം കെട്ടി വന്നിട്ട് നമ്മുടെ കൂട്ടത്തിൽ തന്നെ കളിക്കും. അപ്പോൾ ആ കുട്ടിയുടെ തല്ലി ഓടിക്കരുത്, നമ്മളെ വന്ന് തൊടുകയും നമ്മളെ പിടിച്ച് ചിലപ്പോൾ തള്ളുകയൊക്കെ പതുക്കെ തള്ളുകയൊക്കെ ചെയ്യുമായിരിക്കും. എന്നാലും നമ്മൾ അവരെ ഉപദ്രവിക്കരുത്. ശിവൻ്റെ ഭൂതഗണങ്ങളാണെന്നാണ്, സന്തോഷത്തിൽ പങ്കുകൊള്ളാൻ വന്നതാണ്. ഇതെല്ലാം പാടിക്കഴിഞ്ഞിട്ട് ഒരു പാട്ട് പാടും. അതിപ്പോൾ നമുക്ക് പറയാൻ ശരിയല്ല, എന്നാലും പുലവൃത്തം പാടുക എന്നാണ് പറയുന്നത്. പുലവൃത്തം പാടി, ആ പാട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആ പാട്ട് പുലവൃത്തം പാടി കളിച്ചാൽ പിന്നെ ഇറയത്തേക്ക് കയറുകയില്ല, എല്ലാവരും അതേപടി കുളിക്കാൻ പോകും. അപ്പോൾ അതോടുകൂടി തിരുവാതിരയുടെ ഏതാണ്ട് പിന്നത്തെ തിരുവാതിരയ്ക്ക് എല്ലാവർക്കും വരാൻ സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയും സന്തോഷം പങ്കിട്ടും ആർപ്പും കുരുവൊക്കെ ആയിട്ട് പിരിയുകയാണ് എല്ലാവരും. അത് പറഞ്ഞറിയിക്കാൻ മേലാത്ത ഒരു നിർവൃതിയാണ് അപ്പോഴെല്ലാവർക്കും അല്ലേ. പിന്നെ തിരുവാതിര എപ്പോഴാണോ നോയമ്പ് തീരുന്നത് ആ സമയത്ത് അടുത്തുള്ള മംഗല്യ പെണ്ണുങ്ങളെല്ലാം കൂടെ കൂട്ടിയിട്ട് എവിടെയാണെന്ന് നോക്കുക, അവിടുത്തെ മുറ്റത്ത് നിന്ന് മംഗളം പാടുക കഴിയും. അപ്പോൾ ആ മംഗളം പാടും. അപ്പം ഈ തിരുവാതിരയെക്കുറിച്ച് ഇത്രയും നല്ല കൂടുതൽ കാര്യങ്ങൾ വിശദമായിട്ട് പറയാനുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ ഈ പ്രാദേശികമായിട്ട് നമ്മുടെ അനുഭവത്തിലുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ആഘോഷിക്കുന്ന രീതി മാത്രമാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ആ കൂട്ടത്തിൽ കൂടിയത് സുനന്ദയാണ്. ഇതിനകത്ത് എന്തെങ്കിലും കുറ്റങ്ങളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുക, പിന്നെ അത് ക്ഷമിക്കണം എന്നുള്ള അഭ്യർത്ഥനയോടുകൂടി ഇപ്പോൾ തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും നമസ്കാരം.